ശ്രീ ജെ നന്ദകുമാർ, അങ്ങ് കേരളത്തിൻ്റെ സഹപ്രാന്ത പ്രചാരക് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച് പിന്നീട് അഖില ഭാരതീയ തലത്തിൽ സംഘത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ വഹിച്ച വ്യക്തിയാണ്. ഇപ്പോൾ പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ തലത്തിൽ സംയോജകമാണ്. അപ്പോൾ ഈ 100 വർഷം സംഘത്തിൻ്റെ ഈ കടന്നു പോകുന്ന 100 വർഷത്തെ അങ്ങ് എങ്ങനെയാണ് ഈ സുദിനത്തിൽ വിലയിരുത്തുന്നത്? സംഘം സ്ഥാപിതമാവുക എന്ന പദപ്രയോഗം തന്നെ എത്ര കണ്ട് പൂർണ്ണമായും ശരിയാണ് എന്നറിയില്ല. കാരണം 100 വർഷങ്ങൾക്ക് മുമ്പ് 1925 ഇതേപോലൊരു ദിവസം ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗവാറിൻ്റെ ഒരു സാധാരണ വീട്ടിൻ്റെ മച്ചിൻപുറത്തെ ഒരു മുറിയിൽ അദ്ദേഹം ഉൾപ്പെടെ 18 പേര് ഒരുമിച്ച് കൂടി അന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. നമ്മുടെ സംഘം ഇന്ന് ആരംഭിക്കുകയാണ് എന്ന്. ഞാൻ സംഘടന തുടങ്ങുന്നുവെന്നോ നമ്മളെല്ലാം ചേർന്ന് തുടങ്ങുന്നുവെന്നോ ഒന്നും പറയാതെ ഒരു തരത്തിൽ ഒരു തുടർച്ച പോലെ സംഘം പുതുതായി സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് എന്ന് പറയുന്നത് പോലും ഭാരതത്തിൻ്റെ മുഴുവൻ ചരിത്രത്തെയും വിലയിരുത്തുമ്പോൾ സത്യത്തിൽ അത് അത്ര കണ്ട് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം രാഷ്ട്രത്തിൻ്റെ അന്തഃശോധനയിൽ നിന്നുണ്ടായ ഒരു പരിണാമമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നത്. എപ്പോഴെപ്പോഴെല്ലാമാണോ ഈ രാഷ്ട്രത്തിന് ച്യുതി ഏർപ്പെട്ടിട്ടുള്ളത്, അധർമ്മത്തിന് മേൽക്കൈ കിട്ടിയിട്ടുള്ളത്, അപ്പോഴൊക്കെയും രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വ്യക്തി എന്ന നിലയിൽ, പ്രസ്ഥാനമെന്ന നിലയിൽ ഒക്കെ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇവിടെ വ്യത്യാസം നൂതനമായൊരു കാര്യപദ്ധതി ആവിഷ്കരിച്ചു എന്നതാണ്. നിത്യേന 1 മണിക്കൂർ ഒരുമിച്ച് കൂടുക എന്ന വളരെ നൂതനമായൊരു പദ്ധതി വ്യക്തി നിർമ്മാണത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഡോക്ടർ ജിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സ്വയംസേവകർ നിശ്ചയിച്ചു. അതിലവരേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തീരുമാനിച്ചത്, നിലവിൽ രാഷ്ട്രം നേരിടുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ അടിസ്ഥാനപരമായ കാരണം, അടിമത്തം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഇവിടുത്തെ ദേശീയ ജനതയുടെ അസംഘടിതാവസ്ഥയാണ്. ആ അസംഘടിതാവസ്ഥയെ മാറ്റിയല്ലാതെ ഭാരതത്തിന് ശക്തി ഉണ്ടാക്കാൻ കഴിയില്ല, ശക്തമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹിന്ദു സംഘടന എന്ന നിലയിലുള്ള ആദ്യപടി, അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ആളുകളിൽ വ്യക്തി സംസ്കാരത്തെ വളർത്തിയെടുക്കുക, അങ്ങനെ യഥാർത്ഥ വ്യക്തികളുടെ മനുഷ്യനിർമ്മാണത്തിലൂടെ രാഷ്ട്ര നവനിർമ്മാണം എന്ന, രാഷ്ട്ര പുനർനിർമ്മാണം എന്ന മഹത്തരമായ കർമ്മമാണ് അന്ന് ആരംഭിച്ചത്. അത് പിന്നീട് ഒരു ഘട്ടങ്ങളായി തിരിച്ചു പറഞ്ഞാൽ ഏകദേശം സ്വാതന്ത്ര്യലബ്ധിയോളം സംഘത്തിൻ്റെ പ്രവർത്തനം ശാഖയെ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. കാരണം സമൂഹത്തിൽ പരിവർത്തനം നടത്താൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും അനിവാര്യമാകുന്നത് ശ്രേഷ്ഠരായ വ്യക്തികളാണ്, കാര്യപ്രാപ്തിയുള്ള മൂല്യ ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തികളാണ്. അങ്ങനെയുള്ള വ്യക്തികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കർക്കശമായ നിബന്ധനകളോടുകൂടി ശാഖാപ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയി. സ്വാതന്ത്ര്യ ലബ്ധിയോടനുബന്ധിച്ച് നടന്ന വിഭജനവും പിന്നീട് സംഘത്തിൻ്റെ മേലുള്ള നിരോധനവും ഒക്കെ ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് ആ കാലമായപ്പോഴേക്കും സംഘത്തിലൂടെ വളർന്നു വന്ന സ്വയംസേവകർ വ്യത്യസ്ത ജീവിത മണ്ഡലങ്ങളിൽ പ്രവേശിക്കുകയും അവിടെയൊക്കെയും സംഘപ്രേരണയിൽ സംഘടനകളെ, അത് വിദ്യാർത്ഥി മേഖലയിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന നിലയിലായാലും പിന്നീട് രാഷ്ട്രീയ രംഗത്ത് ജനസംഘം എന്ന നിലയിലായാലും വിവിധ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഒരു രണ്ടാം ഘട്ടം 48-49 ആരംഭിക്കുകയാണ്. വിവിധ മേഖലകളിൽ അങ്ങനെ തുടങ്ങിയ സംഘടനകളാകട്ടെ, പ്രസ്ഥാനങ്ങളാകട്ടെ, സ്ഥാപനങ്ങളാകട്ടെ, ഞാൻ സ്ഥാപനമെന്ന് പറയുന്നത് സേവന മേഖലയിൽ പ്രവർത്തിക്കാൻ ചില സാംസ്കാരികമായ സ്ഥാപനങ്ങൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ. അങ്ങനെ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, വേദികൾ, സ്ഥാപനങ്ങൾ ഇവയോരോന്നും സൃഷ്ടിക്കുകയും അവയെല്ലാം തന്നെ അതത് മേഖലയിലെ പ്രബലമായ പ്രസ്ഥാനങ്ങളായി വളർന്നു തുടങ്ങുകയും ചെയ്തു. അപ്പോഴാണ് അടിയന്തരാവസ്ഥയുടെ ഘട്ടമെത്തുന്നത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം പോലും മുഖ്യമായ ഉന്നം അന്ന് ഭാരതം ഭരിച്ചിരുന്ന കക്ഷിയുടെയും അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന വ്യക്തിയുടെയും മുഖ്യമായ ഉന്നം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ തകർക്കുക എന്നതായിരുന്നു.
അതിനുവേണ്ടി നിരോധനം ഏർപ്പെടുത്തി. ആ എമർജൻസിയുടെ കാലഘട്ടത്തെ സംഘം അതിൻ്റെ സംഘടനാ ബലം കൊണ്ട്, സമർപ്പണ ബോധം കൊണ്ട് അതിജീവിക്കുകയും പിന്നീട് സംഘം ഒരർത്ഥത്തിൽ നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഇരുന്നിടത്ത് നിന്നൊരാൾ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പൊക്ക വ്യത്യാസമില്ലേ, അതേപോലെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റതുപോലെ സംഘം വളരുകയായിരുന്നു. വിവിധ മേഖലകളിലേക്ക് സംഘം അതിൻ്റെ പ്രയാണം തുടർന്ന് ഇന്ന് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു പടവിലേക്ക് നമ്മൾ എത്തുകയാണ്. അതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഘട്ടം. വ്യക്തി നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളിലൂടെ സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രവർത്തനത്തിൻ്റെ, അതിനിടയിൽ കടന്നു വന്ന എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് രാഷ്ട്രം നേരത്തെ ഇവിടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളികളെ, ദുരന്തങ്ങളെ, ആക്രമണങ്ങളെ ഒക്കെ അതിജീവിക്കാൻ, വിജയിക്കാൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്ഥാനമായി സംഘം വളർന്നു. ഇപ്പോൾ ഈ 100-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ സംഘം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യവസ്ഥകളുടെ പരിവർത്തനത്തിന് വേണ്ടി, സിസ്റ്റമിക് ചേഞ്ച്. സത്യത്തിൽ രാഷ്ട്രം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കാലത്തെ നാഗപ്പൂർ നടത്തിയ ബൗദ്ധിക്കിൽ സംഘത്തിൻ്റെ സർസംഘചാലകായ ഡോക്ടർ മോഹൻ ഭാഗവത് സൂചിപ്പിച്ചതുപോലെ നമ്മളിന്ന് വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. രാഷ്ട്രം സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നുണ്ട്, വ്യാവസായിക തലത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്, ലോകം മുഴുവൻ ആദരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പരിപൂർണമായി നമ്മുടെ സിസ്റ്റംസ്, നമ്മുടെ ഫ്രെയിം വർക്ക്, അതായത് നമ്മുടെ ചട്ടക്കൂട്, നമ്മുടെ സ്വത്വത്തിൻ്റെ ചട്ടക്കൂടിലാണോ നമ്മൾ ഈ മുന്നോട്ട് പോകുന്നതെന്ന് വിലയിരുത്തേണ്ട ഒരു ഘട്ടമാണ്. അതുകൊണ്ടാണ് സംഘം ഇപ്പോൾ വയ്ക്കുന്ന അടുത്ത ലക്ഷ്യം വ്യവസ്ഥാ പരിവർത്തനം, സിസ്റ്റംസ് ചേഞ്ച്, വ്യത്യാസപ്പെടണം, മാറണം. അത് കുടുംബമെന്ന സാമൂഹ്യ വ്യവസ്ഥയായാലും, വിദ്യാഭ്യാസത്തിൻ്റെ വ്യവസ്ഥയായാലും, വ്യാവസായിക രംഗങ്ങളിലെ കാര്യങ്ങളായാലും, കൃഷിയായാലും, അവിടെ എല്ലാം തന്നെ പഞ്ചായത്ത് ഭരണരീതിയായാലും, ജനാധിപത്യ സംവിധാനമായാലും, നിയമവ്യവസ്ഥയായാലും, അങ്ങനെയുള്ള വ്യവസ്ഥാ പരിവർത്തനം കൂടി നടക്കുമ്പോഴാണ് രാഷ്ട്രം പരമവൈഭവ പദത്തിലേക്ക് എത്തുന്നത് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി സംഘം അതിൻ്റെ പ്രയാണം തുടരുകയാണ്.